ഇപ്പോൾ ഭരണഘടന എടുത്തു ഉയർത്തിയാൽ ഷാജി രാഘവനെ പോലുള്ളവർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇതെടുക്കുന്നതെന്ന്. ശരിയാണ്, വവ്വാലുകൾക്ക് വെളിച്ചം ഭയമാണ്, വിഷജന്തുക്കൾക്ക് വെളിച്ചം ഭയമാണ്, വന്യമൃഗങ്ങൾക്ക് ഈ അഗ്നി ഭയമാണ്, രക്തരക്ഷസിനെ ഈ ചുണ്ണാമ്പ് ഭയമാണ് എന്ന പഴയ കഥ പോലെ ഈ ഡ്രാക്കുളയ്ക്ക് കുരിശു ഭയമാണ് എന്നുള്ളതുപോലെ RSSകാർക്ക് ഭരണഘടനയെ ഭയമാണ്. ഇവിടെ ഭാരതാംബയുടെ ചിത്രം എന്ന് പറഞ്ഞിട്ട് RSSകാർ ഇതാണ് വിശ്വവിഖ്യാതമായ ചിത്രം. ആ ചിത്രമല്ല. പിന്നെ ഏതാ ഇവിടെ ഇവർ പ്രചരിപ്പിക്കുന്ന ചിത്രം? ആണോ ഇന്ത്യയുടെ ദേശീയ നേതാക്കളടക്കമുള്ളവരുടെ ചിത്രം ഇതാണോ അവർ പ്രചരിപ്പിക്കുന്നത്? അല്ലല്ലോ, അതുമല്ല പ്രചരിപ്പിക്കുന്നത്. പിന്നെ ഏതാണ് പ്രചരിപ്പിക്കുന്നത്? ഇതാണോ പ്രചരിപ്പിക്കുന്നത്? ത്രിവർണ്ണ പതാക ഏന്തിയിട്ടുള്ള ഈ മാതാവിൻ്റെ ആണോ? അല്ലല്ലോ പ്രചരിപ്പിക്കുന്നത്. പിന്നെ ഏതാ പ്രചരിപ്പിക്കുന്നത്? ഇതാണല്ലോ പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരിപ്പിക്കുന്നതിൽ ഇവിടെ ഒരു ചിത്രമുണ്ട്. ഇത് ഏതാണെന്നറിയോ? ഇപ്പുറത്തുള്ളത് ബ്രിട്ടാനിക്ക. ഇത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപയായിരുന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചിത്രം. അതിൽ നിന്ന് കടമെടുത്ത് ഇപ്പുറത്തൊരു ചിത്രം. ഇവിടെ ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം, കു ക്ലക്സ് ക്ലാൻ കേട്ടിട്ടുണ്ടല്ലോ, ഭരണപറിയുടേതായിട്ടുള്ള ഇപ്പോഴും അങ്ങനെ നിയമവിരുദ്ധമായി പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നതും യൂറോപ്യൻ നാടുകളിലടക്കം പ്രവർത്തിക്കുന്നതും. അവരുടെ ലോക ഭൂപടം ഒന്നെടുത്ത് വായിച്ചാൽ മതി. ഷാജി ഒന്നെടുത്തൊന്ന് നോക്ക് എങ്ങനെയാണെന്ന്. ഇന്ത്യ ആരുടെ ഭാഗമാണ് എന്നപ്പോൾ മനസ്സിലാകും. യൂറോപ്പിൽ ഇപ്പോഴും വലതുപക്ഷ തീവ്രവാദികൾ അത്തരത്തിലുള്ള പഴയ സാമ്രാജ്യത്വത്തിൻ്റെ അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും അയവിറക്കിക്കൊണ്ട് നടക്കുന്നവരുടെ അവരുടെ ഭൂപടത്തിൽ ഇന്ത്യ ഇപ്പോഴും ആരുടെ ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ അവരുടെ ഇടയിലുള്ള ഭൂപടമുണ്ട്, ലോക ഭൂപടം. ആ ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെതല്ല. നിങ്ങൾ അംഗീകരിക്കുമോ? ഇവിടെ വാസ്തവത്തിൽ ചെയ്തിട്ടുള്ളത് ഈ ഭരണഘടനാപരമായി ഗവർണർ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലംഘനം. ഇപ്പോൾ ഭരണഘടന എടുത്തു ഉയർത്തിയാൽ ഷാജി രാഘവനെ പോലുള്ളവർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇതെടുക്കുന്നതെന്ന്. ശരിയാണ്, വവ്വാലുകൾക്ക് വെളിച്ചം ഭയമാണ്, വിഷജന്തുക്കൾക്ക് വെളിച്ചം ഭയമാണ്, വന്യമൃഗങ്ങൾക്ക് ഈ അഗ്നി ഭയമാണ്, രക്തരക്ഷസിനെ ഈ ചുണ്ണാമ്പ് ഭയമാണ് എന്ന പഴയ കഥ പോലെ ഈ ഡ്രാക്കുളയ്ക്ക് കുരിശു ഭയമാണ് എന്നുള്ളതുപോലെ RSSകാർക്ക് ഭരണഘടനയെ ഭയമാണ്. ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 159 ഗവർണർമാരുടെ സത്യപ്രതിജ്ഞയെ സംബന്ധിച്ചാണ്. ഈ സത്യപ്രതിജ്ഞ ലംഘനമാണ് കേരളത്തിലെ ഗവർണർ നടത്തിയിരിക്കുന്നത്. ആ സത്യപ്രതിജ്ഞയുടെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്. 159 അതിൽ ഇപ്പോൾ ശ്രീ ആർലേക്കർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വായിച്ചിട്ട് ഞാൻ വിശ്വസ്തയോടെ കേരള സംസ്ഥാനത്തെ ഗവർണറുടെ ഉദ്യോഗം ചുമതലകൾ നിർവഹിക്കും എന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഭരണഘടനയും നിയമത്തെയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നും കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് അവർക്ക് ക്ഷേമം കൈവരുത്തുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ നാമത്തിലോ അല്ലെങ്കിൽ സഗൗരവമോ ആ പ്രതിജ്ഞയാവാം. ഇവിടെ എന്താ ചെയ്തത്? രാജ്ഭവൻ എന്നുള്ളത് ഒരു സ്വകാര്യ സ്ഥലമല്ല. രാജ്ഭവൻ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്ത്? രാജ്ഭവൻ എന്നുള്ളത്, ഗവർണർ എന്നുള്ളത്. അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, എന്താ ജസ്റ്റിസ് കാങ് ഇങ്ങനെ ചെയ്തില്ല? എന്താ ജസ്റ്റിസ് പി സദാശിവം ഇങ്ങനെ ചെയ്തില്ല? എന്താ ഇന്ത്യയുടെ രാഷ്ട്രപതി ഇങ്ങനെ ചെയ്യുന്നില്ല? ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുമ്പോൾ ന്യായീകരിക്കാനായി ചില ആളുകൾ വരുമ്പോൾ ഒരു കാര്യം, ഇത് വാസ്തവത്തിൽ ഭരണഘടനാ ലംഘനമെല്ലാം നടത്തിയിട്ട് അഭിലാഷനോട് ചോദിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആദരിക്കേണ്ടത്? എൻ്റെ ചോദ്യം, ഇവിടെ പറയുന്നുണ്ടോ ഇതാണ് ഈ രാഷ്ട്രത്തിൻ്റെ അമ്പ, ഈ രാഷ്ട്രത്തിൻ്റെ മാതാവ്, ആ ചിത്രം ഇതാണ് എന്ന്? അല്ല, ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയതോ രാഷ്ട്രപതി ഒപ്പുവെച്ചതായിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? ഇങ്ങനെ ഒരു കാര്യം ഇല്ല. അപ്പോൾ എന്താണ്? ഭരണഘടനയെ നിന്ദിക്കുക, ഭരണഘടനയെ അട്ടിമറിക്കുക, ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിലാക്കുക, എന്നിട്ട് തങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ളത് ഈ വിധത്തിൽ പിന്നാമ്പുറത്ത് കൂടി കൊണ്ടുവരിക, അതിനെ ഈ വിധത്തിലെല്ലാം ആക്കുക എന്നുള്ളത്. സഖാവ് പ്രസാദ് ചെയ്തത് ശരി, മുഖ്യമന്ത്രി അക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് ശരി, സഖാവ് ശിവൻകുട്ടി ഇന്ന് കാട്ടിയത് ശരി. ഭരണഘടനയാണ് അമൃതം. ഈ രാഷ്ട്രം ഞങ്ങളെല്ലാവരും ഇന്ത്യക്കാരാണ്, ഭരണഘടനയ്ക്ക് വിധേയമാണ്.